بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين. മൗലിദ് നടത്തുന്നതിനെ സംബന്ധിച്ച് അതിൽ ഉള്ള ചില പരാമർശങ്ങളെ സംബന്ധിച്ച് അതിലുള്ള നബിതങ്ങളോട് ശഫാഅത്ത് ചെയ്തുകൊണ്ടുള്ള ചില വചനങ്ങളെ സംബന്ധിച്ച് വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചില വോയിസുകൾ കേൾക്കാൻ ഇടയായി. അതിൽ ഒന്ന് നാം ഒക്കെ ആദരവോടെ ഓതിക്കൊണ്ടിരിക്കുന്ന ഷറഫുൽ അനാം മൗലിദിലെ അഷ്റഖ ബൈത്തിലുള്ള ഒരു വരിയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു. ഇവിടെ അവിടുത്തെ അടിമ യർജു, ആ അടിമ ആഗ്രഹിക്കുന്നു ഫളലക്കൽ ജമ്മൽ ഗഫീറ, അവിടുത്തെ അതിമഹത്തായ ഫളിലിനെ ആഗ്രഹിക്കുന്നു എന്ന് നബിതങ്ങളോട് പറയുന്നിടത്ത് അബ്ദുക്ക എന്ന് പ്രയോഗിച്ചു എന്നാണ്. അതൊരു വലിയ അപരാധമായിട്ടാണ് പറയുന്നത്. റസൂലുള്ളാഹിലേക്ക് ചേർത്തി നബിയെ തങ്ങളുടെ അടിമ എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് ആകത്തുക പറഞ്ഞതിൻ്റെ സാരം. അല്ലാഹു തആലയിലേക്ക് മാത്രമേ അബ്ദ് എന്ന വാചകത്തെ ചേർത്താവൂ എന്ന് മനസ്സിലാക്കുന്നത് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധമായ വിവരക്കേടാണ്. ഒന്ന്, അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്ക് അടിമ ഉണ്ടെങ്കിൽ ആ അടിമയെ സംബന്ധിച്ച് പറയാ അബ്ദു ഫുലാനിൻ, അബ്ദു സൈദിൻ, സൈദിന്റെ അടിമ. അപ്പോ അവിടെ അബ്ദ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉടമയിൽ ഉള്ള ഒരു വസ്തുവായതുകൊണ്ട് ആ പ്രയോഗം നടത്തിയതാണ്. അപ്പോ അബ്ദ് എന്ന ഒരു പ്രയോഗം നടത്താം എന്ന് അവിടെ തന്നെ വന്നു. അള്ളാന്റെ അബ്ദ് എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല, ഇവിടെ സ്വതന്ത്രൻ അല്ല എന്നതിൻ്റെ നേരെ മാറ്റമാണ്. അതുപോലെ നബിതങ്ങളുടെ അടിമ, ഇതാണല്ലോ ഇപ്പോൾ വിഷയം. നമ്മളൊക്കെ സാധാരണ ഒരു വ്യക്തിയോട്, അടിയനോട്, അടിമ അവിടുത്തെ അബ്ദാണ്, അടിമയാണ്, അല്ലെങ്കിൽ അടിയനാണ്, പൊറുക്കണം, മാപ്പാക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ വ്യക്തിയോടുള്ള ആദരവിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് അബ്ദിനെ ചേർത്തി പറയാറുണ്ട്. ഇത് മഹാന്മാരായ സ്വഹാബാക്കൾ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ മുസ്തദറക്കിന്റെ 398 പേജിൽ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ്. അതിലുള്ളത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ശേഷം ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ നടത്തിയ ഒരു പ്രസംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്മേൽ കയറിക്കൊണ്ടാണ് ജനങ്ങളോട് പ്രസംഗം നടത്തിയത്. അങ്ങനെ ഹംദ് ചൊല്ലി അല്ലാഹനെ പുകഴ്ത്തി എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് അലിംതു മിൻകും അന്നകും തുഅനിസൂന മിന്നി ശിദ്ദത്തൻ വ ഖില്ലത്തൻ. നിങ്ങൾ
എന്നിൽ നിന്ന് വളരെ കാഠിന്യവും പരുപരുപ്പവുമായ സ്വഭാവങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എന്ന് എനിക്കറിയാം. അത് കാരണം ഇന്നി കുന്തു, വിഷയം അവിടെയാണ്. ഇന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. ഫകുന്തു അബ്ദഹു വഖാദിമഹു, അങ്ങനെ ഞാൻ ആയി റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ളപ്പോൾ അബ്ദഹു, റസൂലുള്ളാഹിന്റെ അബ്ദായി, വഖാദിമഹു, അവിടുത്തെ ഖാദിമുമായി. ഇവിടെ ബഹുമാന പുരസ്സരമുള്ള ഒരു പ്രയോഗം എന്ന നിലക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദായി. അപ്പൊ ഇവിടെ റസൂലുള്ളാഹിന്റെ ഒരു അടിമയായി ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു അടിമ സയ്യിദിനോട് പെരുമാറുന്നത് പോലെ ഉള്ള ആ താഴ്മയോടുകൂടെ പെരുമാറുന്ന രീതിയിൽ ഉള്ള ഒരു വ്യക്തിയായി ഞാൻ മാറി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായി എന്ന് പ്രയോഗിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പ്രയോഗിച്ചുകൂടാ? അപ്പോ അബ്ദുക്ക, നബിയെ അവിടുത്തെ അബ്ദ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഏതർത്ഥത്തിലാണോ ഇവിടെ അബ്ദ് എന്ന് റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പ്രയോഗിച്ചത്, ആ ഒരു പ്രയോഗമാണ് അവിടെ നടത്തിയത്. ഇതിൽ അരുതായ്മ ഒന്നും തന്നെയില്ല. വിവരക്കേട് കൊണ്ട് പറയുന്നതാണ് അത് ശരിയല്ല എന്ന്. ആ ഭാഗം ഇപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്വതന്ത്രൻ അല്ല എന്നതിൻ്റെ നേർമാറ്റം എന്നല്ല, സ്വതന്ത്രൻ എന്നതിൻ്റെ നേർമാറ്റം എന്നാണ്. അങ്ങനെ തിരിച്ച് മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന്, മങ്കൂസ് മൗലിദിലെ ഇർതക്കബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന നബി തങ്ങളോട് നേരിട്ട് ഞാൻ പാപം ചെയ്തു, ആ പാപങ്ങളുടെ മേൽ കയറി വലിയ പാപം ചെയ്ത വ്യക്തിയായി ഞാൻ, അതുകൊണ്ട് പാപക്കൂമ്പാരങ്ങളുമായി നിൽക്കുന്ന ഞാൻ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു ആ തെറ്റിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് നബിയെ അവിടുന്ന് എൻ്റെ കാര്യത്തിൽ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ സാധ്യം, എൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ. ഇത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് തെറ്റാണ്. അള്ളാഹ്നോട് ചെയ്യേണ്ട കാര്യം റസൂലുള്ളാഹിനോട് ചെയ്തു എന്നാണ് ഇവിടെ തട്ടിവിട്ടത്. യഥാർത്ഥത്തിൽ അത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പ്രഖ്യാപനമൊന്നും അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ജനങ്ങളെ പഴപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ നടത്തുന്ന ഒരു കസർത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ വലോ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് നബിയെ അവര് ഇളലമു അൻഫുസഹും അവരുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ, ജാഊക അവർ തങ്ങളിലേക്ക് വരും, എന്നിട്ടോ ഫസ്തഗ്ഫിറുല്ലാഹ അവർ അല്ലാഹു തആലാനോട് പൊറുക്കലിനെ തേടും തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർക്ക് വേണ്ടി നബിയെ റസൂലും പൊറുക്കലിനെ തേടും. അങ്ങനെ ചെയ്യുമ്പോൾ ലവജദുല്ലാഹ തവ്വാബർ റഹീമ അവര് അല്ലാഹു തആലയെ പശ്ചാത്താപം സ്വീകരിച്ചവനായിട്ടും കൃപ ചെയ്തവനായിട്ടും എത്തിക്കുന്നതാണ് എന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞതു തന്നെ യുർഷിദു തആലൽ ഉസാത വൽ മുദ്നിബീന, അല്ലാഹു തആല ഈ ആയത്തിലൂടെ ദോഷികളും തെറ്റുകാരുമായ ആളുകൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ,
അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അയ്യത്തു അവർ ചെല്ലണം എന്നുള്ള മാർഗദർശനമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത്. എവിടേക്കാ ചെല്ലേണ്ടത്? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയിലേക്കാണ് ചെല്ലേണ്ടത്. അങ്ങനെ ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് അവർ പാപമോചനം നടത്തണം. വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, ആ റസൂലുള്ളാഹിനോട് അവർ ചോദിക്കണം, അവർക്ക് വേണ്ടി റസൂലുള്ള പൊറുക്കലിനെ തേടാൻ. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ അള്ളാഹു തആല തൗബ ചെയ്തവരായിട്ടും പശ്ചാത്താപം സ്വീകരിച്ചവരായിട്ടും അള്ളാഹ് കൃപ ചെയ്തവരായിട്ടും പാപമോചനം നടത്തിയവരായിട്ടും അള്ളാഹിനെ എത്തിക്കുന്നതാണ്. ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞതാണ്. ജാഊക, അപ്പൊ അവര് പല തെറ്റുകുറ്റങ്ങളും ചെയ്താൽ തങ്ങളിലേക്ക് വരും എന്ന് പറയുന്ന ഈ ആയത്ത് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു വിഷയം സാധ്യമാകൂ എങ്കിൽ ഈ ആയത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തോടു കൂടെ അപ്രസക്തമായി. കാരണം ഈ ജാഊക എന്നുള്ളതിന് ഒരു പ്രസക്തിയും ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടോ? ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഒരു മാർഗദർശനമായിട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത്. അതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ദോഷികളായ ആളുകൾക്ക് അള്ളാഹു മാർഗദർശനം നൽകുന്നു. അവർക്ക് വല്ലതും സംഭവിച്ചാൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് അവർ പാപമോചനം നടത്തണം. റസൂലുള്ളാഹിനോട് അവർ പാപമോചനം നടത്താൻ പറയുകയും ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും ഈ ആയത്ത് അർത്ഥവത്താകണമെങ്കിൽ, ഇത് ഒരു ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ബാധകമായ ഒരു ആയത്താകണമെങ്കിൽ വഫാത്തിന്റെ ശേഷവും ഈ ആയത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റണം. അത് പറ്റും എന്നാണ് ഈ ആയത്തിന്റെ ഈ ഒരു വിശദീകരണം നൽകിയ ശേഷം തൊട്ട് താഴെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നൽകുന്ന റുത്ബി റഹിമഹുല്ലാഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അവിടെ പറഞ്ഞത്, റുത്ബി തങ്ങൾ നബി തങ്ങളുടെ റൗള ഷരീഫിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ഇരിക്കുമ്പോൾ ഒരു അഅറാബി വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം മനസ്സിലാക്കി റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിച്ച ഒരു അഅറാബി. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഖുർആൻ ഷരീഫിന്റെ ആയത്ത് കേട്ടുപഠിച്ച സഹാബി. ആ അഅറാബി വന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ അഅറാബി റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ വരുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നബിയെ, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മാർഗദർശനമായി ഖുർആൻ ഷരീഫിൽ പറഞ്ഞത് വലോ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ എന്നിങ്ങനെയുള്ള ഈ ആയത്താണ് അദ്ദേഹം ആ അഅറാബി ഓതിയത്. അതുകൊണ്ട് നബിയെ, ഞാനിതാ അവിടുത്തെ അരികിൽ വന്നിരിക്കുന്നു, അവിടുന്ന് എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ അഅറാബി അവിടെ നിന്ന് പോവുകയാണ്. ഉടനെ റുത്ബി റഹിമഹുല്ലാഹ്ക്ക് ഒരു നേരിയ ഉറക്കം വരികയും ഉടനെ റസൂലുള്ളാഹ് റുത്ബി തങ്ങളോട് പറഞ്ഞു, ആ അഅറാബിക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കണം റുത്ബി എന്ന് പറഞ്ഞുകൊണ്ട് റുത്ബി തങ്ങളോട് റസൂലുള്ളാഹ് സ്വപ്നമുഖേന കാര്യങ്ങൾ പറയുകയും റുത്ബി തങ്ങൾ ആ അഅറാബിയോട് ആ കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്യുകയാണ്. ഇത് അറിയാത്തതല്ല, എല്ലാ വഹാബികൾക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ ഇത് അവർ അംഗീകരിക്കൂല. ഇബ്നു കസീറിൽ ഈ സംഭവം കൊടുത്തത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും ജാഊക എന്ന് പറയുന്ന ആയത്ത് ബാധകമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് ശിർക്കാണ്, ഈ ചെയ്ത പ്രവൃത്തി കുഫ്റാണ് എന്നൊക്കെ തട്ടിവിടുന്ന വഹാബികൾ ഈ സംഭവം അംഗീകരിക്കുകയില്ല.
അവരോട് പ്രത്യേകമായി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇത് അംഗീകരിക്കുകയില്ലെങ്കിൽ, എന്തിൻ്റെ പേരിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുവാനുള്ളത്, ഇതൊരു തെറ്റായ നടപടിയാണ് ഈ അഅറാബി ചെയ്തതെങ്കിൽ ആ ചെയ്ത കാര്യം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിലൂടെ പറഞ്ഞപ്പോൾ ഈ കുഫ്ർ പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അതിന് ഒത്താശ ചെയ്യുന്ന ആളാണ് ഇബ്നു കസീർ എന്ന് ഈ വഹാബികൾക്ക് വാദമുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇനി നബിതങ്ങളോട് വഫാത്തിന്റെ ശേഷവും വഫാത്തിന്റെ മുമ്പും സഹായം തേടിയ നിരവധി സംഭവങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇത്തരം വാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പഴച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കണ്ണിന് തകരാറുള്ള ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഈ രോഗമൊന്ന് സുഖപ്പെടണം കണ്ണിൻ്റെ, അതിന് അള്ളാഹിനോട് അവിടുന്ന് ദുആ ചെയ്യണം. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ ശിഅ്ത ദഅവ്തു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. വ ഇൻ ശിഅ്ത സബർത ഫഹുവ ഖൈറുൻ ലക, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അതെനിക്ക് ഖൈറാണ്. ഖാല, ഈ വ്യക്തി പറഞ്ഞു, ഫദ്ഉഹു, അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണം. ഫഅമറഹു അൻ യതവല്ലഅ, അപ്പോ റസൂലുള്ളാഹി ആ വ്യക്തിയോട് വുളൂ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും വുളൂ പൂർണ്ണമായി എടുക്കാൻ വേണ്ടി പറയുകയും എന്നിട്ട് ഈ പറയാൻ പോകുന്ന ദുആ ചെയ്യാൻ വേണ്ടിയും പറഞ്ഞു. എന്ത്? اللهم إني أسألك وأتوجه إليك بنبيك محمد النبي الرحمة صلى الله عليه وسلم. ഈ നിസ്കാരത്തിൽ വെച്ച് ദുആ ചെയ്യാനാ പറയണത്. ഈ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, റഹ്മത്തിന്റെ പ്രവാചകരെ കൊണ്ട്, എന്നിട്ട് നേരെ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ലിതുഖ്ലാല്, ഞാൻ തങ്ങളെ കൊണ്ട് ഇതാ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ഒരു ആവശ്യം വീട്ടപ്പെടാൻ വേണ്ടി മുന്നിട്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ, അല്ലാഹുവേ, ആ മുഹമ്മദ് നബി തങ്ങൾ എൻ്റെ വിഷയത്തിൽ ചെയ്യുന്ന ശുപാർശ നീ സ്വീകരിക്കണമേ. ഇമാം തുർമദി പറയുന്നു, ഹദീസുൻ സഹീഹുൻ ഹസനുൻ സഹീഹുൻ, ഹസനും സഹീഹുമായ ഹദീസാണ് ഈ ഹദീസ്. അദ്കാറിന്റെ 167. അപ്പൊ ഇത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂലുള്ളാഹിനോട് നേരെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ദുആ നടത്തി, മുഹമ്മദ് നബിയെ, അവിടത്തെ കൊണ്ട് ഞാൻ മുന്നിട്ടിരിക്കുന്നു എന്ന് നിസ്കാരത്തിലോ നിസ്കാരത്തിന് ശേഷമോ എപ്പോഴാണെങ്കിലും. അപ്പോൾ ഇത് പറ്റും എന്നാണല്ലോ ഈ സംഭവം. പറ്റൂലെങ്കിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് ഈ ഉദ്ധരിച്ചത് തെറ്റാണ്, തുർമദി ഉദ്ധരിച്ചത് തെറ്റാണ്. അതുപോലെ ഇമാം നവവി റഹ്മഹുല്ലാഹ് ഇസ്ലാമിന് വിരുദ്ധമായ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വാദമുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അതുപോലെ ഇമാം നവവി റഹ്മഹുല്ലാഹ് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു വിഷയം, ഒരാളുടെ മൃഗം ഒരു മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ ഫൽ യുനാദി യാ ഇബാദല്ലാഹി യഹ്ബിസു, യാ ഇബാദല്ലാഹി യഹ്ബിസു, അവിടെ അവൻ വിളിക്കേണ്ടത്, അള്ളാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ ആ മൃഗത്തെ തടഞ്ഞു വെക്കണം, അള്ളാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ ആ മൃഗത്തെ തടഞ്ഞു വെക്കണം എന്ന് അവൻ വിളിച്ചു പറയണം എന്നാണ്. കാരണം അല്ലാഹു തആലാക്ക് ഭൂമിയിൽ ചില പ്രത്യേകക്കാരായ ആളുകളുണ്ട്, അവര് ഈ മൃഗത്തെ തടഞ്ഞു വെക്കും. അപ്പോ
ഇത് റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ച കാര്യമാണ്. അവിടെ അള്ളാനോട് പ്രാർത്ഥിക്കാനും വിളിക്കാനുമല്ല. അവിടെ എന്താ, മരുഭൂമിയിൽ മൃഗം നഷ്ടപ്പെടുമ്പോൾ അള്ള ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഒരു പ്രത്യേക വിഭാഗങ്ങളെ വിളിച്ച് കാര്യം പറയാൻ വേണ്ടി അള്ള പറഞ്ഞത്? അപ്പൊ ഇത് അള്ള അല്ലാത്തവരോട് സഹായം തേടുക. ഈ വ്യക്തികൾ ആരാണെങ്കിലും അള്ളല്ലാത്തവരോടാണല്ലോ ഈ സഹായം തേടുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നോട് എൻ്റെ വലിയ ചില ഉസ്താദുമാർ, മശായിഖന്മാർ, അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്കുള്ള മൃഗങ്ങൾ ഇതുപോലെ നഷ്ടപ്പെട്ടപ്പോൾ ഈ ഹദീസ് അറിയാവുന്നത് കൊണ്ട് അവരിങ്ങനെ വിളിച്ചു പറയുകയും അവരുടെ മൃഗത്തെ ആ സമയത്ത് തന്നെ തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്തു എന്നാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നു, ഞാനൊരു ജമാഅത്തിന്റെ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞതു കാരണമായിട്ട് ആ മൃഗത്തെ തടഞ്ഞു വെച്ചു എന്ന് 201 കാണാൻ കഴിയും. ഇനി മറ്റൊന്ന്, ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്നെ അദ്കാറിൽ ഉദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു മനുഷ്യന്റെ കാല് ചരിച്ചു, എന്നാൽ എന്താണ് അവൻ പറയേണ്ടത് എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹദീസ്. ബാബുമാ യഖൂലുഹു ഇദാ ഖദിറത്തി റിജ്ലുഹു, ഒരുത്തന്റെ കാല് കോച്ചു വലിച്ചാൽ അവൻ എന്തു പറയണം എന്നതുമായി ബന്ധപ്പെട്ട ഹെഡിങ് കൊടുത്തു പറയുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ഹൈസമുദ്ദീനു ഖനസ് അദ്ദേഹം പറയാണ്, കുന്ന ഇൻദ അബ്ദുല്ലാഹി ബിൻ ഉമറ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളുടെ അരികിലായിരുന്നു. ഫഖദിറത്ത് റിജ്ലുഹു, അപ്പോൾ കാല് കോച്ച്. ഫഖാല ലഹു റജുലുൻ, അപ്പോൾ അവരോട് ഒരു റജുലു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് തൊട്ട് താഴെ വേറൊരു റിവായത്തിൽ പറയുന്നുണ്ട്. ഉദ്കുർ അഹബ്ബന്നാസിയിലേക്ക, നിങ്ങളിലേക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ നിങ്ങൾ വിളിക്കുക. ഫഖാല, ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ മുഹമ്മദ് നബിയേ എന്നൊറ്റ വിളിയാണ്. ഫക അന്നമാ നുശിത മിൻ ഉഖാലി, ആ സമയത്ത് ഒരു കെട്ടിൽ നിന്ന് അഴിക്കപ്പെട്ടതുപോലെ സുഖപ്പെട്ടു എന്ന്. ഇതേ ഹദീസ് അൻ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാല ഖദിറത്ത് റിജ്ലു റജുലിൻ ഇൻദ ബിനി അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളിൽ വെച്ചുകൊണ്ട് ഒരു റജുലിന്റെ കാൽ കോച്ചു വലിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബന്നാസിയിലേക്ക. ഫഖാല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹബ ഖദ്റുഹു, ആ കാലിന്റെ കോച്ചൽ അങ്ങ് പോയി എന്നാണ്. അപ്പോ ഇത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള്, ഇബ്നു അബ്ബാസ് തങ്ങള്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ, ഇവരൊക്കെ സഹാബികളാണ്. ഈ സഹാബികൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെ അവിടുത്തെ അവർക്ക് സംഭവിച്ച ഒരു പ്രധാന പ്രശ്നം വന്നപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ വിളിക്കാം, അത് റസൂലുള്ളാഹിന്റെ അഭാവത്തിലും വഫാത്തിന്റെ ശേഷവും ഒക്കെ വിളിക്കാം എന്ന് ഉള്ള തെളിവാണ് ഇത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അവിടുത്തെ അദ്കാറിന്റെ 271 ഇമാം ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരായ സഹാബാക്കൾ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും അവിടത്തെ കൊണ്ട് തവസ്സുല് ചെയ്തിട്ടുണ്ട്, സഹായം തേടിയിട്ടുണ്ട്. നേർക്ക് നേരെ വിളിച്ചുകൊണ്ടുള്ള സഹായം, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന, ഇസ്തിശ്ഫാ എന്ന് പറയുന്ന സഹായം തേടൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ അൻ അബിൽ ജൗസാഇ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് മഹാനായ
അബുൽ ജൗസാ എന്നവർ ഔസ് ബിൻ അബ്ദുല്ലാഹിൽ അസ്ദി മിൻ അഹ്ലിൽ ബസറ താബിഇയ്യുൻ മശ്ഹൂറുൻ ഫിൽ ഹദീസ്, അറിയപ്പെട്ട ഒരു താബിഅാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നതിൽ. സമിഅ ആയിഷത വബിന അബ്ബാസിൻ വബിന ഉമറ, ഇവരെ തൊട്ടൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് സ്വീകാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് മദീന നിവാസികൾക്ക് വലിയ ക്ഷാമം അനുഭവപ്പെട്ടു. ഖുഹിത അഹ്ലുൽ മദീനത്തി ഖഹ്തൻ ശദീദൻ, വലിയ ഒരു വെള്ളക്ഷാമം. ഇപ്പൊ ശക്കൗ അവര് ജനങ്ങളൊക്കെ അന്യായം ബോധിപ്പിച്ചു ഇല്ല ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട്. ഇപ്പൊ കാലത്ത് ഉള്ളുറു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബർ കൊള്ള നോക്കൂ. അങ്ങനെ ഫജ്അലു മിന്നു, ആ ഖബറിൽ നിന്ന് നിങ്ങൾ ആക്കണം കുവൻ, ഓട്ടയെ ആക്കണം. ഹത്താ ലാ യകൂന ബൈനഹു വ ബൈന സമാഇ സഖഫുൻ, റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെയും ആകാശത്തിന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാകരുത്, ഒരു കാഴ്ചക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു മറയും ഉണ്ടാകരുത്. ഫഫഅലു, അങ്ങനെ അവർ ചെയ്തു. ഫമുത്തിറു, അവർക്ക് മഴ വർഷിക്കപ്പെട്ടു. മത്റൻ, ശക്തമായ മഴ. ഹത്താ നബത്തൽ അശ്ബു, പുല്ല് പുഷ്പങ്ങളൊക്കെ മുളച്ചു. വസമിനത്തിൽ ലിബിലു, ഒട്ടകങ്ങളൊക്കെ തടിച്ചു കൊഴുത്തു, മറ്റു മൃഗങ്ങളും. ഇങ്ങനെ ഫസുമ്മിയ ആമൽ ഫത്തി എന്നാണ് ഇതിനക്ക് ക്ഷേമത്തിന്റെ വർഷം എന്നാണ് പേര് തന്നെ വെക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഇത് ഈ റസൂലുള്ളാഹിനോട് ഇസ്തിസ്ഫാ ചെയ്യുന്നതിന്റെ ഒരു രൂപമാണ്. നേർക്ക് നേരെ റസൂലുള്ളാഹിനെ വിളിക്കുന്നതിന്റെ മറ്റൊരു രൂപം. വിളിക്കുക നേർക്ക് നേരെ ഉള്ള വിളിയല്ല, ആ വിളിക്ക് സമാനമായ മറ്റൊരു പ്രവൃത്തി. അപ്പൊ അവരൊക്കെ ആയിഷ ബീവിക്ക് ശിർക്കും കുഫറും തിരിയില്ല, ഈ സഹാബികൾക്ക് അതല്ലെങ്കിൽ ഈ മഹാന്മാർക്കൊന്നും തിരിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെന്താ പറയാ? ഇനി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അവിടുത്തെ ദീവാനു ഷാഫിഈന്റെ 93-ാമത്തെ പേജ്, ആലുൻ നബിയ്യി ദരീഅത്തി വഹുമു ഇലൈഹി വസീലത്തി അർജു ബിഹിം ഉൽതാഗദൻ ബിയദിൽ യമീനി സഹീഫത്തി, ഞാൻ നബി തങ്ങളുടെ ആലുൻ നബിയ്യി ദരീഅത്തി, നബി തങ്ങളുടെ കുടുംബമാണ് എനിക്കുള്ള വസീല, അവരാണ് എനിക്കുള്ള അവലംബം. അള്ളാഹിനെക്കൊള്ള എനിക്കുള്ള വസീല അവരാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ എനിക്ക് നൽകപ്പെടണം എൻ്റെ വലതു കൈയിൽ എൻ്റെ ഏടിനെ. ഇത് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പാടിയതാണ്. തവസ്സുലിന്റെ ഒരു ദുആ നടത്തിയതാണ്. അപ്പൊ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ്ക്ക് ഇതൊന്നും അറിയില്ല. സവാദ് ബിൻ ഖാലിദ് എന്ന സഹാബിയെ തൊട്ട് ഫകുല്ലി ശഫീഅൻ യൗമ ലാദു ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫസീലൻ അൻ സവാദ് ബിൻ ഖാലിദ്, നബിയെ ഒരു ഷഫാഅത്ത് ഉടയവന്റെയും ഷഫാഅത്ത് ഒരല്പം പോലും ഫലം ചെയ്യാത്ത ആ ദിവസത്തിൽ ഈ സവാദ് ബിൻ ഖാലിദിനക്ക് ഷഫാഅത്ത് ചെയ്യുന്നവരാകണം അവിടുന്ന് നബിയെ എന്ന് റസൂലുള്ളാഹിനോട് ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാലിദ് തങ്ങൾ തവസ്സുൽ ചെയ്ത് പറയുകയാണ്. അപ്പോ ഇവർക്കൊക്കെ ഇത് ആവാം, അവർക്കൊന്നും ഇതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്ന് ബോധ്യമാണ്. ഇമാം ഷാഫിഈ തങ്ങൾക്ക് ബോധ്യമാണ്. മിഷ്കാത്തിലാണ് ഞാൻ നേരത്തെ ആയിഷ ബീവിയെ തൊട്ടുള്ള ആ ക്ഷാമം വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെയും ആകാശത്തിന്റെയും ഇടയിൽ തടസ്സമില്ലാതെ മറയില്ലാതെ കാണാവുന്ന രീതിയിലാക്കുകയും മഴ വർഷിക്കുകയും ചെയ്ത സംഭവം പറയുന്നത് 5-ാം വാളിൽ 488. ബഹുമാനപ്പെട്ട അല്ലാമ ഖത്തീബ് തിബിരിസി റഹ്മഹുള്ളയാണ് മിഷ്കാത്തിന്റെ മുസന്നിഫ്. അവർക്കൊന്നും ഇതൊന്നും അറിയില്ല, കുഫറും ശിർക്കും അറിയില്ല എന്ന് പറയേണ്ട ഒരു ഘട്ടം നമുക്ക് വരൂലേ? ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ തെറ്റായ ഹദീസുകൾ ഉദ്ധരിച്ച് ഇവർ ശിർക്കും കുഫറും പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? ഇതൊക്കെ പറയാൻ അല്പം ഈമാനുള്ളവർക്ക് പറ്റും. പിന്നെ
പറയുന്ന മറ്റൊരു വിഷയം, ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എനിക്ക് അള്ള മതി, തവക്കുലാണത്. എനിക്ക് അള്ള മതി, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എൻ്റെ കൽബിൽ അള്ളയല്ലാതെ വേറെ ആരും ഇല്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം കൽബിൽ വേറെ ആരുമില്ല, അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ റസൂലുള്ളയും ഇല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഷഹാദത്തു കലിമ തന്നെ പൂർണ്ണമായിട്ടില്ലല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനത്തെ ആളെ മുസ്ലിം ആവുകയുള്ളൂ. അപ്പോൾ മനസ്സിൽ അള്ള മാത്രം പോരാ, അള്ളാന്റെ റസൂലും വേണം എന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ എൻ്റെ കൽബിൽ അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തവക്കുലിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണത്. അതിനർത്ഥം റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാൻ പാടില്ല എന്നോ നമ്മുടെ കൽബിൽ അള്ളാന്റെ റസൂല് ഉണ്ടാകാൻ പാടില്ല എന്നോ ഒന്നും അർത്ഥമില്ല. മണ്ടന്മാരായ വഹാബികൾ അങ്ങനെ പറയുന്നു വിവരമില്ലാതെ എന്നല്ലാതെ ആ പറഞ്ഞതിന് ആ ബൈത്തുമായിട്ട് ഒരു എതിരും വരുന്നില്ല. അതൊക്കെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ്. ഇനി ദുനിയാവിൽ ഇങ്ങനെ റസൂലുള്ളാഹിനെ നമ്മൾ വിളിക്കുന്നു, അത് പാടില്ല എന്ന് ഈ കക്ഷികളും പറയുന്നു. മഹ്ശറയിൽ ചെന്നാൽ ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു വിചാരണ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ശഫാഅത്ത് ഉളുമ, ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും വെപ്രാളപ്പെട്ട് ഓടുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാരിലേക്ക് ഓടുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് ഓടുന്നത്. ആ മഹ്ശറയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ റസൂലുള്ളാഹിനെയാണ് അവലംബമാക്കുന്നത്. റസൂലുള്ളാഹിനോടാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ അള്ളാഹിനോട് പറയുന്ന പ്രശ്നമേ ഇല്ല. വഹാബികൾ എന്താ ചെയ്യുക? അവിടെ ഞങ്ങൾക്ക് അള്ള മതി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അള്ള പോരെ. ഇപ്പൊ മഹ്ശറയിൽ അള്ളാഹിനോടെ ഞങ്ങൾ പറയുള്ളൂ, ഈ റസൂലുള്ളാഹിനോട് ഞങ്ങൾ പറയില്ല എന്ന് ഏതെങ്കിലും വഹാബി പറയോ? പറയില്ല. സഹിഹായ ഹദീസുകളിലുള്ളതല്ലേ. എല്ലാവരും ഓടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്കാ. അവിടെ അള്ളാഹിനോട് പറയുന്ന പ്രശ്നമേ ഇല്ല. ഇതൊന്നും തിരിയാത്ത ഒരു തരം ജാഹിലീങ്ങളായാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെയും നമ്മൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഇവർ പറയേണ്ടി വരൂലേ? ഏതായാലും അല്ലാഹു കാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മൗലിദുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ വഹാബികൾ മൗലൂദ് നടത്തിയിരുന്നോ, അവരുടെ നേതാക്കൾ നടത്താൻ പ്രേരിപ്പിച്ചിരുന്നോ, അത് സംബന്ധമായിട്ടുള്ള ഒരു പ്രസംഗം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ താഴെ വിടുന്നുണ്ട്. ഇതിൽ ചേർത്ത് അതും കൂടി കേട്ടാൽ ആ കാര്യവും ബോധ്യം വരും.